കാര്യം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ ബോംബെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ സുശിക്ഷ വേലയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുന്നത്. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അങ്ങനെ കർത്താവിന്റെ ആ ഒരു റിലേഷനിലേക്ക് വരുന്നത്. ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പ്രാർത്ഥിക്കാനും ബൈബിൾ വചനം വായിക്കാനും ഒക്കെ അങ്ങനെയാണ് ഞാൻ കർത്താവിനെ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പൊ സാമുദായികമായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ ഒന്നും അല്ലെങ്കിലും റെഗുലർ ആയിട്ട് ചർച്ചിലൊന്നും പോകുന്ന ആളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്റ്റൽ ജീവിതത്തിലാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നത്. ബോംബെയിലേക്ക് വന്നപ്പോഴത്തേക്ക് കൂടുതൽ ശക്തമായിട്ട് കർത്താവിന്റെ ആ ഒരു ബന്ധത്തിലേക്ക് വരുവാനും ആത്മീയമായിട്ട് വളരാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങളുണ്ടല്ലോ. നമ്മൾ അവിടെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ കർത്താവ് നമ്മളെ വളരാൻ സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സുവിശേഷ വേലയെ പറ്റി വലിയ കാഴ്ചപ്പാടൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹവും മോഹവും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വചനം, നിന്നെ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിലനിൽക്കുന്നതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ശബ്ദം എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്റെ ഉള്ളിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു നമുക്കറിയാലോ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇത് സത്യമായിട്ടും ദൈവത്തിന്റെ ശബ്ദമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഭാരപ്പെട്ടു. എന്നാൽ ഞാൻ നമ്മളുടെ ആത്മീയമായി നടത്തുന്ന അവരോടൊക്കെ നമ്മളെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ വിളിയുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയത്തുള്ളെന്ന് ഒക്കെ അറിയാനും മനസ്സിലാക്കാനും അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായി. അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവ്, ഞാൻ ഒരിക്കലും ഈ വഴി ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചൂസ് ചെയ്തെന്ന് വരരുത്. നീ എന്നെ വിളിച്ച് നിനക്ക് എന്തെങ്കിലും എന്നെ ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് നിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ടെങ്കിൽ നീ അത് എന്നെ വിളിക്കണം. അപ്പൊ എനിക്കത് ബോധ്യം വരണം. നീയാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് ബോധ്യം വരുത്തണം എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ്, ഞാൻ ഒരിക്കലും ഞാനായിട്ട് ഈ വഴി തിരഞ്ഞെടുക്കില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ ഞാൻ ഒരിക്കലും പശ്ചാത്തപിക്കാൻ പാടില്ല. ഇല്ലേ, ഞാൻ സ്വയമായി തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് എന്ന് ഞാൻ പശ്ചാത്തപിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവം തന്നെയാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് കൺഫർമേഷൻ തരാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച വചനാണ് യോഹന്നാൻ 15:16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങൾ ആ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വചനം കേൾക്കാനായിട്ട്, ആ വചനം എന്നോട് ഇടപെടാനായിട്ട് ഇടയായിത്തീർന്നു ഹോസ്റ്റൽ മുറിയിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഞാൻ തെരഞ്ഞെടുത്ത വഴിയല്ല, കർത്താവ് എന്നെ തെരഞ്ഞെടുത്താക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് മതി, ഓക്കെ, ഈ ഒരു വചനത്തിന്റെ ബേസിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് കർത്താവ് അങ്ങനെ പറഞ്ഞ് സുശിക്ഷ വേലയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുകയും അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ ദൈവം സഹായിച്ചു. ഇതുവരെ നടത്തിക്കൊണ്ട് ശുശ്രൂഷയിൽ എനിക്ക് ഇതിലുള്ള അവരൊക്കെ പെന്തിക്കോസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ശുശ്രൂഷയിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എങ്കിലും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഹൈദരാബാദിൽ ആയിരിക്കുന്നു. അപ്പോൾ ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളൊരു ഓർഗനൈസേഷന്റെ അണ്ടറിലില്ല. ഞങ്ങളിപ്പോൾ സഭയില്ലാതെ ആയിരുന്നു. കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ചില ആളുകളെ ദൈവം അയക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവവചനം അവരോട് സംസാരിക്കാനും അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധ
കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഗസ്സയുടെ നിർജ്ജന പ്രദേശത്ത് ഫിലിപ്പോസിന് കർത്താവ് കൊണ്ടുപോയതായിട്ടും, ഷണ്ഡനോട് വചനം തിരുവഴുത്തുകളെ പൊരുളുകളെ തിരിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് ആത്മാവ് കൊണ്ടുപോകുന്നത്, ആ ഒരു കാര്യം. പിന്നെ കൊർന്നല്യോസ് പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ വന്ന് പറയുന്നുണ്ട് പത്രോസിനെ വിളിച്ച് വചനം കേൾക്കാന്. പിന്നെ പൗലോസിനോട് ദർശനത്തിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ ഞങ്ങളെ വന്ന് സഹായിക്കണമേ എന്നുള്ള ആ ദർശനം. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്നോട് കർത്താവ് പ്രാർത്ഥനകളിൽ ഇടപെടാറ്. അപ്പൊ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങൾക്കും അങ്ങനെ ഓരോ അവസരങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തരണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ, അതിന്റെ പൊരുളുകളെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവരെ ഞങ്ങൾ എങ്ങനെയാ കണ്ടെത്തുക? ഞങ്ങളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ ഞങ്ങളെ അടുത്തേക്ക് കൊണ്ടുവരണം, ഞങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് പോകണം. കൊർന്നല്യോസ് പത്രോസിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ ആൾക്കാരെ അയച്ചു പോലെ, അല്ലെ പത്രോസിനോട് അതേ സമയത്ത് തന്നെ കർത്താവ് ഇടപെടുന്നുണ്ട്, ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം എത്തിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ കർത്താവ് ഒരു സ്വപ്നത്തിൽ കാണിച്ചു, ഒരു പാർക്ക്, അതിലൊരു ഫൗണ്ടൻ വരുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലായില്ല എന്താണ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് എന്താണ് എന്ന് കർത്താവിനോട് ചോദിച്ചു, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി അവർക്ക് പുറത്തുപോയി വചനം കേൾക്കാനോ, അവരുടെ ഹസ്ബൻഡ് അവിശ്വാസിയാണ്, അവര് സ്നാനപ്പെട്ടിട്ടില്ല, ചർച്ചിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു ഈ പാർക്കിൽ വന്ന് എന്നോട് കൂടെ അല്പനേരം വചനം ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കാനിടയായി. അങ്ങനെ പൗലോസ് പുഴവക്കത്തിരുന്ന് സംസാരിച്ചപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെന്ന് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ലുദിയുടെ ഹൃദയം കർത്താവ് തുറന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ആ പാർക്കില് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം ഇടയ്ക്ക് അവിടെ കടന്നു പോകാൻ, ആ സഹോദരി കാണാൻ, വചനം ഷെയർ ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. അവരുടെ സ്നാനത്തിലേക്ക് അവർ വന്നിട്ടില്ല, അതിലേക്ക് ദൈവം അവരെ നടത്താൻ വേണ്ടി, അവരുടെ കുടുംബം വെടിരിക്കാൻ വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വീണ്ടും എന്താ പറയുന്നേ, നമ്മള് സ്റ്റേജുകളുടെ പുറകെ പോകാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന എന്താ ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് പോകാനായിട്ട് ദൈവം നമുക്ക് വഴികളെ ഓരോരുത്തർക്കും ഒരുക്കി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ